ആയിട്ടുള്ള ജീവിതം മാറ്റി പറഞ്ഞു. ആ എക്സ്പീരിയൻസിൽ നിന്നുമായിരിക്കാം, ആ ക്യാമ്പസ് ജീവിതങ്ങളിൽ നിന്നുമായിരിക്കാം അദ്ദേഹം തീരുമാനിച്ചത് ഞാൻ ഇന്ന് ആ ക്യാമ്പസിനെ കുറിച്ച് ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്നതാണോ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ്, അതിന് അതിരടി എന്ന് പേരിടാൻ പോവാണ്. അതിന് ഏറ്റവും വലിയ ലോഞ്ച് നടത്താൻ പോകുന്നതും എന്റെ മണ്ണായ കോഴിക്കോടാണ്. കൺഗ്രാറ്റുലേഷൻസ്, താങ്കൾ അത് നേടിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കോഴിക്കോടിനോട് പറയാനുള്ള, ഞാൻ ടെൻഷനാണ് ഇത്രയും ക്രൗഡ് കണ്ടിട്ട്. സത്യത്തില് എല്ലാവരും ഒന്ന് സേഫ് ആയിട്ട് ഇരിക്കണം, കുട്ടികളെയൊക്കെ നോക്കണം. വെള്ളം കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നു, ബാക്ക് ടു ബാക്ക് നമ്മൾ കൊണ്ടുവരും. പിന്നെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. മീൻസ് ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, അത് ഒരു സമയമാകുമ്പോൾ നമ്മൾ തുടരും. അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാനെന്ന്. പിന്നെ ബേസിലേട്ടൻ ടോവിച്ചേട്ടനൊക്കെ വരാൻ പോകുന്നുണ്ട്, അവർ വരാനുള്ളതുണ്ട്, റിയാഷിപ്പ് ഉണ്ട്, എല്ലാവരും വരാനുണ്ട്. അവർക്കായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. 5 കൊല്ലം മുമ്പ് ഈ കോഴിക്കോട് വന്ന ആളാണ് ഞാൻ. ഒരു ബസ്സിൽ കയറിയിട്ടാണ് കോഴിക്കോട് ഞാൻ എത്തുന്നത്. ഫസ്റ്റ് 5 പൈസ ഇല്ലാണ്ട് കോഴിക്കോട് എത്തിയാണ്. അന്ന് 24ാമത്തെ വയസ്സിൽ, 29ാമത്തെ വയസ്സിൽ ഇന്ന് കോഴിക്കോട് നഗരത്തില് ഞങ്ങളിപ്പോ പറഞ്ഞ സൈലത്തിന്റെ കോഴിക്കോട് എന്നാണ്. എവിടെങ്കിലും തിരിഞ്ഞാൽ സൈലം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 5 കൊല്ലം കൊണ്ട് എത്തിയെന്ന ഒരു സന്തോഷത്തിന് ആ കോഴിക്കോടുകാരോടുള്ള നന്ദി ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം തന്നെ പറയുകയാണ്. നിങ്ങൾ